സ്റ്റുഡൻസ്, ഈ സെക്ഷനിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ ഉദ്ദേശിക്കുന്ന കാര്യം അലവൻസസ് ആണ്. അതായത് ഇൻകം ഫ്രം സാലറിയിൽ അലവൻസ് ആയിട്ട് കിട്ടിയാൽ നമ്മുടെ എംപ്ലോയർ എന്ത് ചെയ്യുകയാണ്? തൻ്റെ എംപ്ലോയിക്ക് അലവൻസ് എന്ന രീതിയിൽ ഒരു എന്തെങ്കിലും കൊടുക്കുകയാണ് എങ്കിൽ അത് എങ്ങനെയാണ് ഇൻകം ഫ്രം സാലറിയിൽ ടാക്സബിൾ ചെയ്യുന്നത്? അതിനോട് റിലേറ്റ് ചെയ്തിട്ടുള്ള പ്രൊവിഷൻസും കുറച്ച് ഇലുസ്ട്രേഷൻസും ഉണ്ട് ടെസ്റ്റിലുള്ളത്. അതാണ് നമ്മളിവിടെ കണ്ടുപിടിക്കാൻ പോകുന്നത്. ഓക്കെ, ആദ്യം നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, നമുക്ക് അലവൻസ് കിട്ടിക്കഴിഞ്ഞാൽ അത് 3 രീതിയിലാണ് ടാക്സബിൾ ചെയ്യുന്നത്. ഒന്നാമത്തത്, നമുക്ക് ഒരു 10,000 രൂപ അലവൻസ് ആയി കിട്ടിക്കഴിഞ്ഞാൽ ആ 10,000 രൂപയും എന്തായിരിക്കും? ഫുള്ളി ടാക്സബിൾ ആയിരിക്കും. ഇനി മറ്റൊരു കേസാണ് പാർഷ്യലി എക്സംപ്റ്റഡ്. നിങ്ങൾക്കൊരു 10,000 രൂപ നിങ്ങൾക്ക് എന്ത് കിട്ടുന്നു? അലവൻസ് ആയിട്ട് ലഭിക്കുന്നു. അതിൽ നിങ്ങൾക്ക് എന്ത് തരുന്നു? കുറച്ച് എക്സംഷൻസ് തരും. നമ്മൾ ഇതിനു മുമ്പ് ഗ്രാറ്റുവിറ്റി കാര്യങ്ങളൊക്കെ നോക്കി. അപ്പോൾ അതിൽ കുറച്ച് എക്സംഷൻ ക്ലെയിം ചെയ്യാനുള്ള അതേ രീതിയിൽ ആ ക്ലെയിം ചെയ്യുന്ന എക്സംഷൻസ് ക്ലെയിം ചെയ്യാൻ പറ്റുന്നുണ്ടെങ്കിൽ നമുക്കതിനെ പാർഷ്യലി എക്സംപ്റ്റഡ് അലവൻസസ് എന്ന് വിളിക്കാം. ഇനി മറ്റൊരു അലവൻസ് ആണ് ഫുള്ളി എക്സംപ്റ്റഡ്. ഈ താഴെ പറഞ്ഞിരിക്കുന്ന ഐറ്റംസിൽ നിന്നാണ് നിങ്ങൾക്ക് എന്ത് കിട്ടുന്നത്? അലവൻസ് കിട്ടുന്നത്. അതിൻ്റെ ഭാഗമായിട്ടാണ് കിട്ടുന്നതെങ്കിൽ അതെന്താ? അത് ഫുള്ളി എക്സംപ്റ്റഡ്. 10 ലക്ഷം രൂപ കിട്ടിക്കഴിഞ്ഞാൽ 10 ലക്ഷവും അത് എക്സംപ്റ്റഡ്. 1 രൂപ പോലും നിങ്ങൾ കൊടുക്കണ്ട. അപ്പം നമുക്കത് ആദ്യം ഏതൊക്കെ അലവൻസ് ആണ് അങ്ങനത്തെ എന്ന് നമുക്ക് നോക്കാം. ഓക്കെ, ഈ 3 ഞാൻ മാർക്ക് ചെയ്യണത് നിങ്ങൾ എന്തായാലും പഠിച്ചിരിക്കണം. ഓക്കെ, ഫസ്റ്റത്തത് ഫോറിൻ അലവൻസ്. ഫോറിനിൽ നിന്ന് എന്തെങ്കിലും ഒരു അലവൻസ് കിട്ടുന്നുണ്ട് എങ്കിൽ, അല്ലെങ്കിൽ വേണ്ട, ഇത് നിങ്ങൾ പഠിക്കേണ്ട, ഞാൻ വേറെ നോട്ട് തരാം. നിങ്ങൾ അപ്പോൾ ജസ്റ്റ് ഒന്ന് മനസ്സിലാക്കി വെച്ചാൽ മതി. ഇവിടെ ഇത്ര അലവൻസുകളുണ്ട്, ഇതിൻ്റെ അണ്ടറിലുണ്ട് എന്ന് മനസ്സിലാക്കി വെക്കാം. ഓക്കെ, ഞാനത് പിന്നീട് വേറെ എൻ്റെ നോട്ടിൽ ഞാൻ പറഞ്ഞുതരും. അപ്പോൾ ഇതിലൊരു അലവൻസ് ആണ്. അലവൻസ് എന്ന് പറയുന്നത്, അപ്പോൾ ഈ അലവൻസ് എന്ന് പറയുന്നത് എന്താണെന്ന് വെച്ചാൽ, ഈ എംപ്ലോയി എന്തെങ്കിലുമൊക്കെ എക്സ്പെൻസ് ഒക്കെ വഹിച്ചിട്ടുണ്ടെങ്കിൽ അതിൻ്റെ റീഎംബേഴ്സ്മെൻ്റ് ആയിട്ട് കൊടുക്കുന്ന ഭാഗമായിട്ടോ, അല്ലെങ്കിൽ ഇത്ര കാര്യങ്ങളൊക്കെ ചെയ്യണമല്ലോ അതിൻ്റെ ഭാഗമായിട്ട് എന്തെങ്കിലും കൊടുക്കുന്നുണ്ട് എങ്കിൽ അതിനെ നമുക്ക് എന്ത് വിളിക്കാം? അലവൻസ് എന്ന് വിളിക്കാം. ഇത് ഫിക്സഡ് ആയിരിക്കും ഈ എമൗണ്ട്. ഇതേപോലെ ഇത് പ്രീ ഡിറ്റർമൈൻഡ് ആയിരിക്കും. ഓക്കെ, നമ്മളിപ്പോൾ തിയറി അല്ല ഡിസ്കസ് ചെയ്യുന്നത്, പ്രോബ്ലം രീതിയിലാണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് അധികം ഇതാക്കുന്നില്ല. അപ്പോൾ ഇങ്ങനെ 3 ടൈപ്പ് ഉണ്ട് എന്ന് മനസ്സിലാക്കുക. അതിൽ നമുക്ക് ഫുള്ളി ടാക്സബിൾ അലവൻസ്, അതുപോലെ പാർഷ്യലി എക്സംപ്റ്റഡ് അലവൻസ് ഉണ്ട്. ഈ പാർഷ്യലി എക്സംപ്റ്റഡ് അലവൻസിൽ, അതായത് എന്താ പാർഷ്യലി എക്സംപ്റ്റഡ് അലവൻസ്? നമുക്കൊരു 10 ലക്ഷം രൂപ അതിൽ കുറച്ച് എക്സംഷൻ കൊടുക്കും. അതിലൊന്നാണ് ഹൗസ് റെൻ്റ് അലവൻസ് എന്ന് പറയുന്നത്. ഇത് ഒരു എംപ്ലോയർ തൻ്റെ എംപ്ലോയിക്ക് ഹൗസ് റെൻ്റ്, അതായത് അദ്ദേഹം ഈ ജോലിക്ക് വേണ്ടി ഇപ്പോൾ ഒരു ഉദാഹരണം പറയുകയാണെങ്കിൽ, ഞാൻ എന്ത് ചെയ്യുകയാണ്, ഇവിടെ കേരളത്തിലല്ലേ ഞാനിവിടെ നിൽക്കുന്നത്. എൻ്റെ പക്ഷേ ജോലി എന്ന് പറയുന്നത് മുംബൈയിലാണ്. ഞാനപ്പോൾ എന്ത് ചെയ്യണം? ഇവിടെ വരണം. ഇവിടെ വരുമ്പോൾ എനിക്ക് എന്ത് വേണ്ടി വരും? ഒരു ഹൗസ് റെൻ്റ് എടുക്കേണ്ടി വരും. ഓക്കെ, അപ്പോൾ ഈ റെൻ്റ് ഞാൻ എന്ത് ചെയ്യണം? എൻ്റെ ഹൗസ് ഓണറിന് ഞാൻ പേ ചെയ്യണം. അപ്പോൾ ഞാൻ ഈ ജോലിക്ക് വന്നതുകൊണ്ട് ഞാൻ എന്ത് ചെയ്യുന്നു? ഈ 10,000 രൂപ ഫീസ് ചെയ്യണം. അപ്പോൾ എംപ്ലോയർ ഇതെല്ലാം കണ്ടുകൊണ്ട് എംപ്ലോയർ എന്ത് ചെയ്യും? എനിക്ക് വേണ്ടിയല്ലേ ഇത് ചെയ്യണമെന്ന് പറഞ്ഞ് ഈ എംപ്ലോയിക്ക് ഒരു അലവൻസ് കൊടുക്കും. ഒരു 10,000 രൂപ കിട്ടും. അപ്പോൾ ഇങ്ങനെ ഒരു അലവൻസ് കിട്ടിക്കഴിഞ്ഞാൽ അത് ഇൻകം ടാക്സിൽ എന്താണ്? ടാക്സബിൾ ആണ്. പക്ഷേ അതിൽ കുറച്ച് ഇളവുകൾ കൊടുക്കുന്നുണ്ട്. ഓക്കെ, അപ്പോൾ എന്താണ് കാര്യം എന്ന് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. എക്സംഷൻസ് ഒക്കെ പറയാൻ നമ്മുടെ നോട്ടിൽ പോവാം. കാരണം ഇതിങ്ങനെ ഒരുപാട് പറഞ്ഞേക്കണം, നമുക്ക് ഡൗട്ട് വരാൻ ചാൻസ് ഉണ്ട്. ഓക്കെ, ഇതാണ് നമ്മുടെ നോട്ട്. ഓക്കെ, നമ്മുടെ എക്സംഷനാണ് പറഞ്ഞു തരാൻ പോണത്. ആദ്യം നിങ്ങൾക്ക് ഇത് കേൾക്കുമ്പോൾ മനസ്സിലാവില്ല, അത് ക്വസ്റ്റ്യനിലോട്ട് ഇട്ടാൽ അതിനെ പറ്റി ഒരു ഐഡിയ കിട്ടുള്ളൂ. അപ്പോൾ ആദ്യം കേൾക്കണതൊന്ന് മനസ്സിലാക്കി വെക്കാം. നിങ്ങൾക്ക് ഹൗസ് റെൻ്റ് അലവൻസ് എത്രയാണ് കിട്ടിയത്? നിങ്ങൾക്ക് ഉദാഹരണത്തിന് ഒരു 10 ലക്ഷം കിട്ടിയെന്ന് കരുതുക. ഓക്കെ, ഇതിൽ നിന്ന് നിങ്ങൾക്ക് എന്ത് കുറക്കാൻ സാധിക്കും? എക്സംഷൻസ് കുറക്കാൻ സാധിക്കും, അല്ലേ? നമുക്കറിയാം, ഇതിനു മുമ്പ് നമ്മൾ നോക്കിയതാണ് ഗ്രാറ്റുവിറ്റി. അപ്പോൾ എക്സംഷൻസ് കുറക്കുമ്പോൾ 3 ഐറ്റംസ് ഉണ്ട്. 1, 2, 3. ഈ 3 ഐറ്റംസ് എന്തൊക്കെയാണത്? 1, നമ്മൾ
ആ വീട് നമ്മൾ വാടകയ്ക്ക് എടുത്തില്ലേ, അതിനു വേണ്ടി നമ്മൾ എത്ര റെൻ്റാണ് ആക്ച്വൽ റെൻറ്റ് പേ ചെയ്തത്. ഇതിൽ നിന്ന് നിങ്ങൾക്ക് എന്ത് ചെയ്യുക, നമ്മൾ പേ ചെയ്തത് ആക്ച്വലി ഒരു 1 ലക്ഷമാണ് നമ്മൾ റെൻ്റായിട്ട് പേ ചെയ്തത്. ഇതിൽ നിന്ന് നിങ്ങൾ എന്ത് ചെയ്യണം, നിങ്ങളുടെ സാലറിയുടെ 10% കുറക്കണം. ഓക്കെ, അങ്ങനെയെങ്കിൽ സാറേ എങ്ങനെയാണ് ഞാൻ സാലറി എമൗണ്ട് കണ്ടുപിടിക്കുന്നത്? അത് കണ്ടുപിടിക്കാനുള്ള ഐഡിയ ഞാൻ തരാം. ഐഡിയ അല്ല, അതെങ്ങനെയാണ് കണ്ടുപിടിക്കുന്നത് നോക്ക്, ഇവിടെ എഴുതിയിട്ടുണ്ട് ഞാൻ. എടാ, നിങ്ങൾക്ക് കിട്ടിയ ബേസിക് സാലറി അതേപോലെ ഡി എ എന്ന് പറഞ്ഞാൽ എന്താ, ഡിയർനെസ് അലവൻസ്. അത് ക്വസ്റ്റ്യനിൽ തന്നിരിക്കുന്നത് അല്ല എടുത്ത് എഴുതേണ്ടത്. ഡി എ ഇൻ ഫോം പാർട്ടാണ്. ഡി എ ഇൻ ഫോം പാർട്ട് ഓഫ് റിട്ടയർമെൻറ്റ് ബെനിഫിറ്റ് എന്ന് പറഞ്ഞു തരും, അല്ലെങ്കിൽ ഡി എ ഇൻ ടേംസ് എന്ന് പറഞ്ഞു തരും. അങ്ങനെ തന്നിട്ടുണ്ടെങ്കിൽ എടുത്ത് എഴുതിയാൽ മതി, അല്ലെങ്കിൽ അത് എഴുതണ്ട, അല്ലെങ്കിൽ എന്ത് എഴുതണ്ട, അത് എഴുതണ്ട. വെറും ഡി എ അല്ല നമുക്ക് വേണ്ടത്, ഡി എ ഫോം പാർട്ടാണ്. അതേപോലെ പെർസെൻറ്റേജ് കമ്മീഷൻ ഓൺ ടേൺ ഓവർ ക്വസ്റ്റ്യനിൽ തരാം. അതായത് ഈ ടേൺ ഓവറിൻ്റെ ഇത്ര ശതമാനമാണ്, അല്ലെങ്കിൽ ടേൺ ഓവർ മീൻസ് സെയിൽസിൻ്റെ ഇത്ര ശതമാനമാണ് കമ്മീഷൻ എന്ന് പറയും. അപ്പോൾ ഈ 3 ഐറ്റം കൂടി ആഡ് ചെയ്യുമ്പോൾ കിട്ടുന്ന എമൗണ്ടിനെയാണ് നിങ്ങളിവിടെ സാലറി എന്ന് പറയുന്നത് HRAയിൽ. ഓക്കെ, നോർമലി ഇതാണ് സാലറിയുടെ ഇത്. ചെറിയ ചേഞ്ചസ് ചില കാര്യങ്ങളിൽ ഉണ്ടാവും, അത് അപ്പോൾ പറഞ്ഞുതരാം. ഓക്കെ, നിങ്ങൾക്ക് ഈ പാഠം ഒന്ന് മൊത്തത്തിൽ കഴിയുമ്പോഴൊക്കെയാണ് ഇത്തിരി ഐഡിയ കിട്ടുള്ളൂ. അപ്പോൾ ഇങ്ങനെ എന്ത് ചെയ്യുക, ആ സാലറിയുടെ എമൗണ്ട് കണ്ടുപിടിക്കുക. എന്നിട്ട് എന്ത് ചെയ്യണം, സാലറിയുടെ എമൗണ്ട് കണ്ടുപിടിക്കുക. എന്നിട്ട് എന്താ നിങ്ങൾ ചെയ്യേണ്ട കാര്യം, 10%, അതിൻ്റെ 10% കണ്ടുപിടിക്കുക. എന്നിട്ട് ആക്ച്വൽ റെൻറ്റ് പെയ്ഡിൽ നിന്ന് 10% ഓഫ് സാലറി കുറക്കുമ്പോൾ കിട്ടുന്ന എമൗണ്ട് എടുത്ത് എഴുതി വെക്കുക. അപ്പോൾ നിങ്ങൾക്ക് കിട്ടുന്നത് ഒരു 1,00,000 കരുതുക. ഇനി എന്ത് ചെയ്യണം, 14% ഓഫ് സാലറി. 14% ഓഫ് സാലറി. ചില ടൈമിൽ ഈ 40% പകരം 15% എടുക്കും. അത് ഏത് സാഹചര്യത്തിലാണ്? ഓക്കെ, 50%. എടാ, അതായത് നിങ്ങളുടെ ഹൗസ് സിറ്റുവേറ്റ് ചെയ്യുന്നത്, നിങ്ങൾ റെൻ്റ് എടുത്തേക്കുന്ന ഹൗസ് സിറ്റുവേറ്റ് ചെയ്യുന്നത് ചെന്നൈയിലോ മുംബൈയിലോ കൊൽക്കട്ടയിലോ ഡൽഹിയിലോ ആണ് എങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ഈ 40%-ന് പകരം 50% നിങ്ങൾക്ക് എടുക്കാൻ സാധിക്കും. ഓക്കെ, നമുക്കൊന്ന്, അതായത് എന്താണ്, എടാ ഈ 4 സിറ്റീസ്, അതായത് ഏതാ, ഡൽഹി, കൊൽക്കട്ട, മുംബൈ, പിന്നെ ഏതുകൊണ്ട് പറഞ്ഞല്ലോ, ചെന്നൈ അല്ലേ. ഓക്കെ, ഈ 4 സ്ഥലത്താണ് നിങ്ങൾ എടുക്കണമെങ്കിൽ ഈ 40% മാറ്റിയിട്ട് 50% വേണം നിങ്ങളുടെ ആൻസറിലോട്ട് എഴുതാൻ. പക്ഷേ ഇതിന് ഒഴികെയുള്ള എല്ലാ സ്ഥലത്തിലും ഈ 40% വേണം നിങ്ങളുടെ ഈ ക്വസ്റ്റ്യനിലോട്ട് എടുത്ത് എഴുതാൻ, ആൻസറിലോട്ട്. അപ്പോൾ ഈ 40% ഓഫ് സാലറി കണ്ടുപിടിക്കുക. പക്ഷേ മുംബൈ, ചെന്നൈ, കൊൽക്കട്ട, ഡൽഹി ആണെങ്കിൽ 40 അല്ല, സാലറിയുടെ 50%. അങ്ങനെയെങ്കിൽ സാറേ എങ്ങനെ സാലറി കണ്ടുപിടിക്കാം? സാലറി ഇവിടെ കണ്ടുപിടിച്ചില്ല, സെയിം. ഇനി മൂന്നാമത്തത്, നിങ്ങൾക്ക് ആക്ച്വലായിട്ട് എത്ര കിട്ടി, അതായത് ആക്ച്വലായിട്ട് ഹൗസ് റെൻ്റ് അലവൻസ് ആയിട്ട് എത്രയാണ് റിസീവ് ചെയ്തത്. ഓക്കെ, അപ്പോൾ എന്ത് ചെയ്യണം, HRA റിസീവ്ഡ്, ആക്ച്വൽ റെൻറ്റ് പെയ്ഡ് മൈനസ് 10% ഓഫ് സാലറി, ആക്ച്വൽ റെൻറ്റ്. അപ്പോൾ ഇത് 3 കിട്ടിയല്ലോ. ഇനി നിങ്ങൾ ചെയ്യേണ്ട കാര്യം, ഈ 3 ഇങ്ങനെ എടുത്ത് ചെയ്താൽ ഇതിലേതാ ചെറുത് നോക്കാം. ഇതിൽ ചെറിയ 3 ചെറിയ എമൗണ്ട് ഇല്ലേ, അത് ഇങ്ങോട്ട് എടുത്ത് ചെയ്താൽ അപ്പോൾ എനിക്ക് 2 ലക്ഷമാണെന്ന് മനസ്സിലായി. ഈ 10 ലക്ഷത്തിൽ നിന്ന് എന്ത് ചെയ്യുക, ഈ 2 ലക്ഷം കുറക്കുക. അപ്പോൾ എനിക്ക് 8 ലക്ഷം കിട്ടും. ഈ 8 ലക്ഷത്തിന് പറയുന്ന പേരാണ് എന്ത്, ടാക്സബിൾ ഹൗസ് റെൻ്റ് അലവൻസ് എന്ന്. ഓക്കെ, ഈ 8 ലക്ഷത്തിന് പറയുന്ന പേരാണ് എന്ത്, ടാക്സബിൾ ഹൗസ് റെൻ്റ് അലവൻസ്. എൻ്റെ ഡൗട്ട്. അങ്ങനെയെങ്കിൽ നിങ്ങൾക്ക് എന്ത് കിട്ടി, ഹൗസ് റെൻ്റ് അലവൻസ് നിങ്ങളുടെ എംപ്ലോയർ തന്നു, പക്ഷെ നിങ്ങൾ എന്ത് ചെയ്തിട്ടില്ല, നിങ്ങൾ അവിടെ റെൻ്റൽ ഹൗസ് എടുത്തിട്ടില്ല. നിങ്ങൾ പോയി ഫ്രണ്ടിൻ്റെ വീട്ടിലാണ് താമസിക്കണത്. അങ്ങനെയെങ്കിൽ നമുക്ക് ഈ 3 എക്സംഷൻസ് നമുക്ക് കിട്ടിയ എമൗണ്ടിൽ നിന്ന് കുറക്കാൻ പറ്റുമോ? നോ. ആൻസർ ഈസ് നോ, പറ്റില്ല. അപ്പോൾ നിങ്ങൾക്ക് 10 ലക്ഷം രൂപ കിട്ടിയാൽ ഈ 10 ലക്ഷവും നിങ്ങളുടെ എന്താണ്, ടാക്സബിൾ ആയിട്ടുള്ള എമൗണ്ട് ആണെന്ന് വേണം അത് മനസ്സിലാക്കി വെക്കാൻ. ഓക്കെ, സെറ്റല്ലേ? അപ്പോൾ ഓക്കെ, സാലറിയുടെ തന്നേക്കാണ്. എന്തെന്താ, ബേസിക് സാലറി. എന്താണ്, ബേസിക് സാലറി കൂട്ടണം, ഇതിൻ്റെ ഒപ്പം ഡിയർനെസ് അലവൻസ് കൂട്ടണം. വെറും ഡിയർനെസ് അലവൻസ് ആണോ കൂട്ടേണ്ടത്? അല്ല, ഇറ്റ്സ് അണ്ടർ ദ ടേം ഓഫ് ദി എംപ്ലോയ്മെൻ്റ് ആണ്, അങ്ങനെ പറയും. അല്ലെങ്കിൽ ഇൻ ടേംസ്, അതെ ഇൻ ടേംസ് എന്ന് പറയും. അല്ലെങ്കിൽ എന്താ, ഫോം പാർട്ട് ഓഫ് റിട്ടയർമെൻറ്റ് എന്ന് പറയും. ഇങ്ങനെ എന്തെങ്കിലും ടൈം പറഞ്ഞിട്ടുണ്ടെങ്കിലാണ് അത് എടുത്ത് ആഡ് ചെയ്യേണ്ടത്, അല്ലെങ്കിൽ DA എന്ന് പറഞ്ഞത് എടുത്ത് ആഡ് ചെയ്യരുത്. ഓക്കെ, ഇതിൻ്റെ ഒപ്പം എന്ത് ചെയ്യണം, പെർസെൻറ്റേജ് കമ്മീഷൻ ഓൺ ടേൺ ഓവർ. പെർസെൻറ്റേജ് കമ്മീഷൻ ഓൺ ഇതെന്താ, ടേൺ ഓവറിൻ്റെ എൻ്റെ ഷോർട്ട് ഫോമാണ്, ടേൺ ഓവർ. അതാണ് പറയുന്നത് കമ്മീഷൻ അറ്റ് ഫിക്സഡ് റേറ്റ് ഓഫ് ഓൺ സെയിൽസ് എന്ന് പറയണത്. ആ പെർസെൻറ്റേജും കൂടി എടുത്ത് ആഡ് ചെയ്യുമ്പോഴാണ് നമുക്ക് സാലറി കിട്ടുക. അപ്പോൾ ഇതാണ് ഇതിൻ്റെ പ്രൊവിഷൻ ആയിട്ട് വരിക, നോട്ട് ചെയ്യണം.
ഇനി നമുക്ക് എന്ത് ചെയ്യുക, ക്വസ്റ്റ്യൻസിലോട്ട് പോകാം. പെട്ടെന്നായിരിക്കും ചെയ്യണം. നിങ്ങൾക്ക് ഇതിൻ്റെയൊക്കെ ഒരു ഐഡിയ ഇപ്പം ഉണ്ടാകും. ഓക്കെ, ഫസ്റ്റ് ക്വസ്റ്റ്യൻ നോക്കിയേ. ഫസ്റ്റ് ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് എന്താണ്? മിസ്റ്റർ വരുൺ എന്ത് ചെയ്യുന്നുണ്ട്? ചെന്നൈയിലാണ് താമസിക്കുന്നത്. അതാണ് ഇവിടുത്തെ ഇമ്പോർട്ടൻ്റ്. എവിടെയാണ് താമസിക്കുന്നതെന്ന് നോക്കണം. ചെന്നൈയിലാണ്. ഈ ചെന്നൈയിലാണെങ്കിൽ ഞാൻ പറഞ്ഞു 40% ഉണ്ട്, നമ്മുടെ കേസിൽ 50% ഉണ്ട്. ചെന്നൈ, ഡൽഹി, മുംബൈ, കൊൽക്കത്ത എന്നതാണെങ്കിൽ അവിടെ എന്തെടുക്കരുത് പറ 40% എടുക്കരുത്. അവിടെ ഏതാണ് അപ്പോൾ എടുക്കേണ്ടത്? 50% വേണം എടുക്കാൻ. ഈസ് ഇറ്റ് ഓക്കെ? കറക്റ്റ്. 50% വേണം എടുക്കാൻ. ഇനി അദ്ദേഹം ഹി ഈസ് പെയ്ഡ് റുപ്പീസ് 3,80,000 ആണ് അദ്ദേഹത്തിൻ്റെ ബേസിക് സാലറി എന്ന് പറയുന്നുണ്ട്. ഇത് എന്തിനു വേണ്ടിയിട്ടാണ് തന്നിരിക്കുന്നത്? നമുക്ക് സാലറി കണ്ടുപിടിക്കാനാണ്. കാരണം സാലറി നമ്മുടെ ഇക്വേഷനിൽ വേണം. അതേപോലെ ഹി ഓൾസോ ഗെറ്റ് 1,20,000 ആസ് ഹൗസ് റെൻ്റ് അലവൻസ്. ഓക്കെ, ഇദ്ദേഹത്തിന് ഹൗസ് റെൻ്റ് അലവൻസ് ആയിട്ട് എത്ര രൂപ കിട്ടുന്നുണ്ട്? 1,20,000 കിട്ടുന്നുണ്ട്. ഓക്കെ. ഇനി ഇദ്ദേഹം എത്രയാണ് റെൻറ്റ് പേ ചെയ്യുന്നത്? ഇത് റെൻറ്റ് പെയ്ഡ് ബൈ ഹിം 9,15,000. ഓക്കെ, അപ്പോൾ ഈ 3 ഡീറ്റെയിൽസ് ആണ് നമ്മളിവിടെ തന്നേക്കുന്നത്. നമ്മൾ ഇവിടെ എന്ത് കണ്ടുപിടിക്കണം? എത്ര രൂപയാണ് എക്സംപ്റ്റ്, എത്രയാണ് ടാക്സബിൾ ആയിട്ടുള്ള ഹൗസ് റെൻ്റ് അലവൻസ്. ഈ ടാക്സബിൾ HRA എന്ന് പറയുന്നത്, ഹൗസ് റെൻ്റ് അലവൻസ് എന്ന് പറഞ്ഞതിൻ്റെ വെള്ളം ഞാൻ പറ്റിക്കില്ല. അപ്പോൾ നിങ്ങൾ മനസ്സിലാക്കൂ, HRA എന്നാണ് ഞാൻ പറയുന്നത്. ഇതാണ് ഇതിൻ്റെ ഷോർട്ട് ഫോം. അപ്പോൾ ഈ HRA എത്ര രൂപയായിരിക്കും? 10 ലക്ഷം രൂപ നമുക്ക് HRA കിട്ടിക്കഴിഞ്ഞാൽ അതിൽ എത്ര ലക്ഷം രൂപയായിരിക്കും നമ്മൾ ഗവൺമെൻറ്റിലോട്ട് ടാക്സ് ആയിട്ട് അടക്കേണ്ടത്? എടാ ഒരിക്കലും ഞാൻ പറയണേക്ക് നിങ്ങൾ തെറ്റിദ്ധരിക്കരുത്. അതായത് ഇപ്പോൾ 10 ലക്ഷത്തിൽ നിന്ന് 2 ലക്ഷം പോയി കഴിഞ്ഞാൽ 8 ലക്ഷം. ഈ 8 ലക്ഷം മൊത്തം കൊണ്ട് ഗവൺമെൻറ്റിലോട്ട് അടക്കണം എന്നല്ല ഞാൻ പറയുന്നത്. നമ്മൾ ടോട്ടൽ ഇൻകം എന്ന് പറയുന്ന ഒരു ഐറ്റം ചെയ്യും. അപ്പോൾ അവിടെ സാലറി, ഇൻകം ഫ്രം ഹൗസ് പ്രോപ്പർട്ടി, ഇങ്ങനെ ഐറ്റംസ് ഉണ്ട്. ഇതിൻ്റെ ഒപ്പം ആഡ് ചെയ്താണ് നമുക്ക് കൊടുക്കുന്നത്. ഓക്കെ, ഇതിൻ്റെ മേളിൽ പെർസെൻറ്റേജ് ആണ് അപ്ലൈ ചെയ്യുന്നത്. അല്ലാണ്ട് ഈ 8 ലക്ഷവും ഗവൺമെൻറ്റിലോട്ട് കൊടുക്കണം എന്നല്ല. അങ്ങനെ തെറ്റിദ്ധരിച്ചിട്ടുണ്ടെങ്കിൽ തിരുത്തുക. ഞാൻ നേരത്തെ വീഡിയോയിൽ ഇത് പറഞ്ഞിട്ടുണ്ടാവില്ലെങ്കിൽ ശ്രമിക്കുക. നിങ്ങൾ ആദ്യം തുടങ്ങിയാണ് കണ്ടോന്നുണ്ടെങ്കിൽ അത് പറഞ്ഞിട്ടുണ്ടാകാം. ഓക്കെ, അപ്പോൾ നമുക്ക് ആൻസറിലോട്ട് പോകാം. ഓക്കെ, ഇതേപോലെ നിങ്ങൾ പ്രസൻറ്റ് ചെയ്യണം. അതായത് എങ്ങനെയാണ് പ്രസൻറ്റ് ചെയ്യേണ്ടത്? ഇതേപോലെ ഒരു ടേബിൾ ആദ്യം തന്നെ വരച്ചിടാം. ഓക്കെ, ടേബിൾ എന്ത് ചെയ്യുക? ആദ്യം തന്നെ വരക്കാം. ഓക്കെ, ആദ്യം നിങ്ങൾ എന്ത് ചെയ്യുക? ഒരു ടേബിൾ അങ്ങോട്ട് വരച്ച് വെക്കാം. ഓക്കെ, ഞാൻ എന്ത് ചെയ്തു? ഇവിടുത്തെ ആൻസർ മായ്ക്കാൻ വേണ്ടി വേറൊരു ടേബിൾ പുട്ട് ചെയ്തിട്ടുണ്ട് ഇതിലോട്ട്. അപ്പോൾ ഉണ്ടല്ലോ, ചെറുതായിട്ടൊന്ന് സ്റ്റക്കായി. അപ്പോൾ നിങ്ങൾ ആദ്യം ചെയ്യേണ്ട കാര്യം, എടാ ഇതിൻ്റെ ഉള്ളിലുള്ള വരവൊന്നും ശ്രദ്ധിക്കേണ്ട കേട്ടോ. ഞാനത് വേറെ സ്ഥലത്ത് നിന്ന് ഇട്ടേക്കണതാണ്, അതുകൊണ്ടാണ് അങ്ങനെ ഇരിക്കണത്. അതൊന്നും ശ്രദ്ധിക്കേണ്ട. നിങ്ങളുടെ ആൻസറിലോട്ട് ആദ്യം HRA ഫുൾ ഫോം എഴുതണം. HRA റിസീവ്ഡ്, എത്രയാണ് നിങ്ങൾ HRA റിസീവ് ചെയ്തത് അത് എഴുതാം. അത് കുറച്ച് ഇങ്ങോട്ട് നീക്കി എഴുതി വെക്കാം. ഇവിടെ പറയുന്നുണ്ടല്ലോ HRA റിസീവ് ചെയ്തേക്കണം 1,20,000 അതിവിടെ കാണിക്കാം, 1,20,000. ഇനി ഇതിൽ നിന്ന് നിങ്ങൾക്ക് ഉള്ള എക്സംഷൻസ് കുറക്കാം. ലെസ് എക്സംഷൻ അല്ലേ? അതെങ്ങനെയാണ് ലെസ് എക്സംഷൻ? അടിയിൽ തന്നിരിക്കുന്നതിൻ്റെ ചെറുത്, ലീസ്റ്റ് ഓഫ് ഫോളോയിങ് തകർക്ക. ഓക്കെ, കൊടുക്കുക. എക്സാമിനർ അടിപൊളിയാന്ന് പറയണം. ഓക്കെ അല്ലേ? ലീസ്റ്റ് ഓഫ് ദ ഫോളോയിങ് കൊടുക്കുക. അതിൽ 1, 2, 3 1, 2, 3 ഐറ്റംസ് അല്ലേ ഉള്ളത്. അതിൽ ഒന്ന് എന്താണ് നമ്മുടെ ഫോർമാറ്റ് പ്രകാരം? എന്താണ് ഒന്ന്? ആക്ച്വൽ റെൻറ്റ് പെയ്ഡ് മൈനസ് 10% ഓഫ് സാലറി. ഓക്കെ, ഇത് നിങ്ങൾ എന്ത് ചെയ്യുക? എഴുതാൻ ശ്രമിക്കാട്ടോ. ആക്ച്വൽ റെൻറ്റ് പെയ്ഡ് മൈനസ് 10% ഓഫ് സാലറി എന്ന് കാണിച്ചിട്ട് ഇവിടെ ആക്ച്വൽ റെൻറ്റ് എത്ര കിട്ടിയിട്ടുണ്ട്? 95,000 അല്ലേ നിങ്ങൾ കിട്ടിയതല്ല, പേ ചെയ്തത് എത്രയുണ്ട്? ഇവിടെ പറയുന്നുണ്ട് 95,000 ആണെന്ന്. അത് കാണിക്കാം. പക്ഷെ ഞാനിവിടെ എന്ത് ചെയ്യുന്നില്ല, സ്ഥലത്തിൻ്റെ പരിമിതി കാരണം ആക്ച്വൽ റെൻറ്റ് പെയ്ഡെന്നൊന്നും ഞാൻ എഴുതണില്ല. ഓക്കെ, നമ്മുടെ കളർ മൊത്തം പോയിട്ടുണ്ട്. കുഴപ്പമില്ല. അപ്പോൾ ഉണ്ടല്ലോ, നിങ്ങൾ ആദ്യം എന്ത് ചെയ്യണം? ആക്ച്വൽ റെൻറ്റ് പെയ്ഡ് എത്രയാണ്? അത് 95,000 ആണ് അല്ലേ? ഇതിൽ നിന്ന് സാലറിയുടെ 10% കണ്ടുപിടിക്കണം. അങ്ങനെയെങ്കിൽ സാലറി എത്രയാണ്? സാലറിയുടെ ഇക്വേഷൻ ഞാൻ പറഞ്ഞു. എന്താ? ബേസിക് സാലറി അല്ലേ? അതിൻ്റെ ഒപ്പം എന്ത് ചെയ്യുക? DA കൂട്ടുക. പക്ഷേ DA കൂട്ടുമ്പോൾ അത് ഫോം പാർട്ടായിരിക്കണം, അതിലെടുത്തുള്ള എഴുതരുത്. പ്ലസ് കമ്മീഷൻ ഓൺ ടേൺ ഓവർ തന്നിട്ടുണ്ടെങ്കിൽ അത് കൂട്ടിയിട്ട് ആ സെയിൽസിൻ്റെ മേളിൽ കമ്മീഷൻ ചാർജ് ചെയ്ത് ഇത് കൂട്ടുന്ന എമൗണ്ട് ആണ് എന്ന്. അപ്പോൾ ഞാനത് ഇവിടെ കണ്ടുപിടിച്ചിട്ടുണ്ട്. നമ്മുടെ ബേസിക് സാലറി എന്ന് പറയുന്നത് എത്രയാണ്? 3,80,000. വേറെ ഒന്നും പറഞ്ഞിട്ടില്ല. അപ്പോൾ ഇവിടെ നോക്കുക, സാലറി ഓക്കെ, ഇതാണ് നമ്മുടെ ഇക്വേഷൻ. മീനിങ് ഓഫ് സാലറി എന്ന് പറഞ്ഞാൽ എന്താ? ബേസിക് സാലറി പ്ലസ് ഡിയർനെസ് അലവൻസ്, അതിന് ടേംസ് ഓഫ് എംപ്ലോയ്മെൻറ്റ് ആയിരിക്കണം. അതിൻ്റെ ഒപ്പം കമ്മീഷൻ ഓൺ ടേൺ ഓവർ കൂടി ആഡ് ചെയ്യണം. അപ്പോൾ ഇവിടെ 3,80,000 മാത്രമേ ഉള്ളൂ. അങ്ങനെയെങ്കിൽ ഈ 10% അല്ലേ? എന്താ? ആക്ച്വൽ റെൻറ്റ് പെയ്ഡ് മൈനസ് 10% ഓഫ് ദ സാലറി അല്ലേ? മനസ്സിലായില്ലേ?
നോക്കുക, ആക്ച്വൽ റെൻറ്റ് പെയ്ഡ് മൈനസ് 10% ഓഫ് ദി സാലറി ആണ് വേണ്ടത്. 10% ഓഫ് ദി സാലറി. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യുക, സാലറി എത്രയാണെന്ന് കിട്ടി? 3,80,000 അല്ലേടാ സാലറി. ഇതിൻ്റെ 10% എത്രയാണ്? കാൽക്കുലേറ്ററിലിട്ട് അടിക്കുക, 38,000 എന്ന് കിട്ടും. ഓക്കെ, ആ 38,000 കിട്ടി. അതിവിടെ എന്ത് ചെയ്യുക, കാണിക്കുക, 38,000 കാണിക്കാം. ഇനി 2 എന്ന് പറയുന്നത് എന്താ? നമ്മുടെ ഇക്വേഷൻ പ്രകാരം 2 എന്ന് പറയുന്നത് സാലറിയുടെ 40% അല്ലെങ്കിൽ 50% എമൗണ്ട് എടുക്കേണ്ടത്. അപ്പോൾ ഈ ക്വസ്റ്റ്യനിൽ സാലറിയുടെ 50% 40. ഇവിടെ ചെന്നൈ അല്ലേ, ചെന്നൈ, മുംബൈ, കൊൽക്കത്ത, ഡൽഹി ആണെങ്കിൽ 50% എടുക്കണം. സാലറി എന്ന് പറയുന്നത് 3,80,000 അതിൻ്റെ 50% എന്ന് പറഞ്ഞാൽ 1,90,000 ആണ്. ആ 1,90,000 എന്ത് ചെയ്യുക, ഇവിടെ കാണിക്കുക. നിങ്ങൾ ഇവിടെ എന്ത് ചെയ്യുക, എടുത്ത് എഴുതണം കേട്ടോ. എടാ ഈ സാധനം ഇതന്നെ എഴുതിയാൽ മതി. എന്താ 50% ഓഫ് സാലറി, ഈ എമൗണ്ട് എന്ത് ചെയ്യുക, ഇതിൻ്റെ എവിടെയെങ്കിലും കൊണ്ടുപോയി കാണിക്കുക. ഒന്നുകിൽ നിങ്ങൾക്ക് ഇങ്ങനെ കാണിക്കുക, അല്ലെങ്കിൽ അടിയിൽ കൊണ്ടുവന്ന് എഴുതി വെച്ചാലും മതി. എന്നിട്ട് എമൗണ്ട് കാണിച്ചിട്ട് വർക്കിംഗ് നോട്ട് എഴുതാം. ഓക്കെ, ഞാൻ എന്ത് ചെയ്യുക, അപ്പം നീറ്റാക്കാൻ പോവുകയാണ്. നിങ്ങൾ എന്ത് ചെയ്താൽ മതിയെന്നോ, നിങ്ങൾ ഇതിൻ്റെ ഉള്ളിൽ ഫുൾ പ്രൊവിഷൻ എഴുതി വെക്കുക. അതായത് ആക്ച്വൽ റെൻ്റ് എത്ര പേ ചെയ്തു മൈനസ് 10% ഓഫ് സാലറി. ഇനി എന്താ 15% ഓഫ് സാലറി അല്ലെ രണ്ടാമത്തത്. ഇനി മൂന്നാമത്തെ എന്താ, ആക്ച്വലി HR എത്ര റിസീവ് ചെയ്തു. നിങ്ങൾ വേറെ ഒരു കാൽക്കുലേഷനും ഈ പെട്ടീൻ്റെ ഉള്ളിൽ ഇനി കാണിക്കേണ്ട. ഞാൻ പറയുന്ന രീതിയിൽ ചെയ്താൽ മതി. ശരിയല്ലേ? ഇങ്ങനെ ചെയ്യുക. അപ്പോൾ നിങ്ങൾ ആദ്യം ഈ ഫസ്റ്റത്തെ നിങ്ങൾ കണ്ടുപിടിച്ചല്ലോ, ഇതിന് വർക്കിംഗ് നോട്ട് നമ്പർ 1 എന്ന് കൊടുക്കുക. അടുത്തതിന് വർക്കിംഗ് നോട്ട് നമ്പർ 2 കൊടുക്കുക. ഇനി അടുത്ത വർക്കിംഗ് നോട്ട് നമ്പർ 3 കൊടുക്കുക. അപ്പോൾ സെറ്റാണ്. ഫസ്റ്റത്തെ നമ്മൾ കണ്ടുപിടിച്ചത് എത്രയാണ്? 38,000 ആണ് എന്ന് നമുക്ക് കിട്ടി. 38,000 ആണെന്ന് കിട്ടി. സെറ്റല്ലേ? ആ 38,000 നമ്മൾ എടുത്ത് എഴുതി വന്നിരിക്കുന്നു. ഇവിടെ ഒരു വര വരക്കാം നമ്മുടെ ടേബിളിൽ. ഈ ബ്ലൂ വര ഇല്ല കേട്ടോ. പിന്നെ ഇവിടെ നമ്മളൊരു വര വരക്കുന്നു. സെറ്റല്ലേ? ഈ ബ്ലൂ വര, അതായത് ഈ വര ഇവിടെ ഇല്ല. അത് ഓൾറെഡി പെട്ടിയിലുള്ളത് കൊണ്ടാണ് അവിടെ കിടക്കുന്നത്. ഓക്കെ, അപ്പം 38,000 കിട്ടി. ഇനി സെക്കൻഡ് ആണ് വേണ്ടത്. സാലറിയുടെ 50% എത്ര? സാലറി നമുക്കറിയാം 3,80,000. അതിൻ്റെ 50% എത്ര? 1,90,000. 1,90,000. ഓക്കെ, 1,90,000 കിട്ടി. ഇനി നിങ്ങൾക്ക് ആക്ച്വലായിട്ട് HR എത്ര കിട്ടി? വർക്കിംഗ് നോട്ട് നമ്പർ 3 അതിന് ആവശ്യമുണ്ടോ? ആക്ച്വൽ HR ക്വസ്റ്റ്യനിൽ തന്നെ തരും. 1,20,000 ആണ് കിട്ടിയത്. അപ്പോൾ ഇതിലേതാ ലോവർ? 38,000 ആണ് ലോവർ. ശരിയല്ലേ? അപ്പോൾ 1,20,000 നിന്ന് 38,000 പോയി കഴിഞ്ഞാൽ 82,000 ആണ് ആൻസർ ആയിട്ട് വരിക. എന്നാലും ഇവിടെ 57,000 ആണല്ലോ കുറച്ചേക്കുന്നത്. എവിടെയാണ് നമുക്ക് തെറ്റ് പറ്റിയത്? ഓ ഓ ഓ തെറ്റ് ഇത് എവിടെയാണെന്ന് വെച്ചിട്ടുണ്ടല്ലോ, ഫസ്റ്റത്തെ കേസില്ലേ, ഫസ്റ്റത്തെ കേസ്. ഇവിടെ എന്താ, ആക്ച്വൽ റെൻറ്റ് പെയ്ഡ് മൈനസ് 10%. നമ്മൾ ഇവിടെ കൊണ്ട് ഇത് 38,000 എന്താ, സാലറിയുടെ 10% നമ്മൾ ആക്ച്വൽ റെൻറ്റ് പെയ്ഡ് നമ്മൾ എത്രയാണ് ഇവിടെ പേ ചെയ്യണത്? 95,000 ആണ് പേ ചെയ്യുന്നത്. ഈ 95,000 നിന്ന്, അതായത് ഈ 95,000 നിന്ന് 38,000 കുറക്കുമ്പോൾ കിട്ടുന്ന എമൗണ്ട് ആണ് ഇവിടെ എഴുതേണ്ടത്. അതാണ് 57,000. അങ്ങനെ നോക്കുമ്പോൾ 57,000 ആണ് ലോവറായിട്ട് വരുന്നത്. 57,000 കൊണ്ടുവന്നിട്ട് എന്ത് ചെയ്യുക, ഇതിൽ നിന്ന് എടുത്ത് കുറക്കുക. അപ്പോൾ കിട്ടുന്ന ആൻസർ എത്രയായിരിക്കും? ഓക്കെ, എൻ്റെ ഒപ്പം ചെയ്തോ, എൻ്റെ ഒപ്പം ചെയ്യും. 1,20,000 നിന്ന് 57,000 കുറക്കാം. അപ്പോൾ കിട്ടുന്നതാണ് 63,000 എന്ന് പറയുന്നത്. ഇനി ആൻസർ ശരിയായെന്ന് നോക്കിയേ. യെസ്, ആൻസർ ഈസ് കറക്റ്റ്. എന്നിട്ട് ഇവിടെ നിങ്ങൾക്ക് ഇതുപോലെയൊക്കെ നോട്ട് ചെയ്തൊക്കെ അത് ജസ്റ്റ് ഒന്ന് വായിച്ച് നോക്കിയാൽ മതി. മനസ്സിലായെന്ന് കരുതുന്നു. ഒരു ടേബിൾ വരക്ക് ചെയ്യേണ്ട ഫോർമാറ്റ് മിക്കതിലും ഇങ്ങനെ തന്നെയാണ്. ഓക്കെ, അപ്പോൾ അടുത്ത ക്വസ്റ്റ്യൻ നമുക്ക് വേഗം പറയാം. ശരി, സെറ്റല്ലേ? എടാ മിസ്റ്റർ രാകേഷ് എന്ത് ചെയ്തിട്ടുണ്ട്, അയാളുടെ പ്രൈവറ്റ് കമ്പനിയിൽ നിന്ന് കുറച്ച് കാര്യങ്ങൾ റിസീവ് ചെയ്തിട്ടുണ്ട്. സാലറി റിസീവ് ചെയ്തിട്ടുണ്ട് 8,000 പെർ മന്താണ്. ഡിയർനെസ് അലവൻസ് ഉണ്ട്. ഡിയർനെസ് അലവൻസ് നമുക്ക് എടുക്കാൻ പറ്റില്ല. അത് എടുക്കേണ്ടത് എന്താണ്, അതിൻ്റെ ടേംസ് ആണ് ഇവിടെ പറയുന്നുണ്ട്. ടേംസ് എത്രയെന്ന് പറയുന്നുണ്ട് 1/2 ആണ്. അപ്പോൾ ആദ്യം ടോട്ടൽ ഡിയർനെസ് അലവൻസ് കണ്ടുപിടിക്കുക, അതിൻ്റെ 1/2 എടുക്കുക. ബോണസ് വന്നിട്ടുണ്ട്. ബോണസ് നമ്മൾ സാലറിയിൽ നമ്മുടെ ഡെഫിനിഷനിൽ പറയുന്നില്ല, പക്ഷേ പെർസെൻറ്റേജ് കമ്മീഷൻ ഓൺ സെയിൽസ് പറയുന്നുണ്ട്. സെയിൽസിൻ്റെ മേളിൽ 5% ചാർജ് ചെയ്തെടുക്കണം. ഇവിടെ എത്ര ഹൗസ് റെൻ്റ് അലവൻസ് കിട്ടിയിട്ടുണ്ട്? 2,000 പെർ മന്താണ് കിട്ടിയേക്കണം. നമ്മൾ ഒരു വർഷത്തേക്കാണല്ലേ കണ്ടുപിടിക്കുന്നത്. ഒരു വർഷമാണ് നമ്മൾ ടാക്സ് അടക്കുന്നത്. അപ്പോൾ അതിന് ഇൻറ്റു 12 വെച്ച് ചെയ്യണം. അങ്ങനെയെങ്കിൽ നമ്മളിവിടെ ആദ്യം കണ്ടുപിടിക്കേണ്ട കാര്യം നമ്മുടെ സാലറി എത്രയാണ് എന്നതാണ്. ഞാനിവിടെ ഓൾറെഡി കണ്ടുപിടിച്ച് വെച്ചിട്ടുണ്ട്. ഇതെങ്ങനെയാണെന്ന് നിങ്ങൾക്ക് പറഞ്ഞുതരാം.
അപ്പോൾ ഇവിടെ നോക്കുക, ഫസ്റ്റ് വേണ്ടത് ബേസിക് സാലറി. ബേസിക് സാലറി ഇവിടെ ക്വസ്റ്റ്യനിൽ എത്ര പറയുന്നുണ്ട്? ക്വസ്റ്റ്യനിൽ ഇവിടെ പറയുന്നത് 8000 വെച്ച് കിട്ടുന്നുണ്ട് എന്നതല്ലേ. 8000 വെച്ച് ഒരു മാസമാണ് കിട്ടുന്നത്. സാലറി മീൻസ് ബേസിക്. അപ്പോൾ 8000 ഇൻറ്റു 12 ചെയ്യുക. അപ്പോൾ നിങ്ങൾക്ക് എത്ര കിട്ടും? കാൽക്കുലേറ്റർ എടുത്ത് അടിക്കുക. 96,000 എന്ന് കിട്ടും. 96,000. ഓക്കെ, ഇനി നിങ്ങൾക്ക് വേണ്ടത് എന്താ? ബേസിക് സാലറി പ്ലസ് എന്താ? ഡിയർനെസ് അലവൻസ് ആണ് ആഡ് ചെയ്യേണ്ടത് അല്ലേ. ഡിയർനെസ് അലവൻസ് ആഡ് ചെയ്യണം. ഡിയർനെസ് അലവൻസിനെ പറ്റി ക്വസ്റ്റ്യനിൽ എന്താ പറയുന്നത്? ക്വസ്റ്റ്യനിൽ പറയുന്ന കാര്യം 20% ഓഫ് ദ സാലറിയുടെ 20%. സാലറി എത്ര? ബേസിക് സാലറി 96,000. അപ്പോൾ ഈ 96,000ൻ്റെ 20% നോക്കാം. 96,000ൻ്റെ 20% എത്രയാണ്? 96,000 ഇൻറ്റു 20%. പക്ഷേ ഇത് എന്ന് പറയുന്നത് ഡിയർനെസ് അലവൻസ് DA ആണ് ഞാനിപ്പോൾ കണ്ടുപിടിച്ചത്. DA നമ്മൾ എടുക്കാൻ പാടുണ്ടോ? ഇല്ല. DAയുടെ ഫോം പാർട്ട് തന്നെ എടുക്കാൻ അത് പറയുന്നുണ്ടല്ലോ ക്വസ്റ്റ്യനിൽ. DAയുടെ ഫോം പാർട്ട് എന്ന് പറയുന്നത് 1/2 ആണ്. അപ്പോൾ നമുക്കിപ്പോൾ കണ്ടുപിടിച്ച 96,000 ഇൻറ്റു 20% ഇൻറ്റു 1/2 ചെയ്താൽ പോരെ. അപ്പോൾ കിട്ടുന്നതാണ് 9,600 എന്ന് പറയുന്നത്. ഓക്കെ, ഇതിൻ്റെ ഒപ്പം പെർസെൻറ്റേജ് കമ്മീഷൻ ഓൺ ടേൺ ഓവറും കൂടി കണ്ടുപിടിക്കുക. ഇവിടെ ക്വസ്റ്റ്യനിൽ ഈ പെർസെൻറ്റേജ് കമ്മീഷൻ ഓൺ ടേൺ ഓവറാ, അതായത് സെയിൽസിൻ്റെ മുകളിൽ വേണം ചാർജ് ചെയ്യാൻ. അത് എന്താ? പെർസെൻറ്റേജ് കമ്മീഷൻ പെർസെൻറ്റേജ് 5, സെയിൽസ് 2,50,000. അപ്പോൾ 2,50,000 ഇൻറ്റു 5% ചെയ്യുക. 2,50,000ൻ്റെ 5%. 1,25,000 അല്ല, 12,500. ഈ 12,500 കൂടി ആഡ് ചെയ്യുക. അപ്പോൾ ബേസിക് സാലറി നമ്മൾ ആഡ് ചെയ്യും, DA ആഡ് ചെയ്യും. DA എല്ലാം ആഡ് ചെയ്യുന്നത് DAയുടെ ഫോം പാർട്ടിൻ്റെ പെർസെൻറ്റേജ് അത്ര. അത് ക്വസ്റ്റ്യനിലുണ്ട് 1/2. അതില്ലെങ്കിൽ എന്ത് ചെയ്തത്? ആഡ് ചെയ്തായിരുന്നു. ഇനി പ്ലസ് പെർസെൻറ്റേജ് കമ്മീഷൻ ഓൺ ടേൺ ഓവറിൻ്റെ ആഡ് ചെയ്തപ്പോൾ 1,18,100 ആണ് എന്ന് കിട്ടി. 1,18,100. അത് തന്നെയാണ് ഇവിടെ കണ്ടുപിടിച്ചുമ്പോൾ ചെയ്യണത്. ഓക്കെ, ഇനി ഇവിടെ 3 കേസുകളാണ് പറയുന്നത്. ഒന്ന്, ഇദ്ദേഹം താമസിക്കുന്നത് ആഗ്രയിലാണ് താമസിക്കുന്നതെങ്കിൽ എന്താ? 40%. ഇനി അടുത്ത കേസ് എന്ന് പറയുന്നത് ഇദ്ദേഹം താമസിക്കുന്നത് ഡൽഹിയിലാണ് താമസിക്കുന്നതെങ്കിൽ 50%. നമ്മൾ പഠിച്ചിട്ടുള്ളതാണത്. ഇനി മൂന്നാമത്തെ കേസ് എന്ന് പറയുന്നത് അദ്ദേഹത്തിൻ്റെ മദറിൻ്റെ വീട്ടിലാണ് താമസിക്കുന്നത്. അതായത് റെൻറ്റ് കൊടുക്കുന്നില്ല. നമ്മൾ പറഞ്ഞു റെൻറ്റ് കൊടുക്കുന്നില്ലെങ്കിൽ എന്ത് കിട്ടില്ല? എക്സംഷൻ കിട്ടില്ല. ഇനി ഓരോ കേസിലും റെൻറ്റ് പേ ചെയ്യുന്നത് പറയുന്നുണ്ട്. ഫസ്റ്റ് കേസിൽ റെൻറ്റ് പേ ചെയ്യുന്നത് 2,200 റെൻറ്റ് പേ ചെയ്യണത്. ഇനി സെക്കൻഡ് കേസിൽ 3,000 ആണ്. ഇനി സിയുടെ കേസിൽ എന്താ? അവരുടെ ഫെയർ റെൻറ്റ് എന്ന് പറയുന്നത് 4,000 പെർ മന്ത് ആണെന്ന് പറയുന്നുണ്ട്. പക്ഷെ അതിൽ കാര്യമുണ്ടോ? നമുക്ക് അതിവിടെ നോക്കേണ്ട കാര്യമില്ല. കാരണം എന്താ? അദ്ദേഹം പേ ചെയ്യുന്നില്ലെങ്കിൽ 10 ലക്ഷം രൂപ കിട്ടിയാൽ ആ 10 ലക്ഷവും നമ്മൾ ടാക്സബിൾ വാല്യൂ ആയിട്ട് എടുക്കും. ടാക്സബിൾ വാല്യൂ ആണത്. ഓക്കെ, അപ്പോൾ 3 കേസുകളായിട്ട് നമ്മൾ ടേബിൾ വരക്കണം. 3 ടേബിൾ ഇതുപോലെ വരക്കാം. ഞാനിത് എഴുതുന്നില്ല. ഓക്കെ, ഇത് തന്നെ നിങ്ങൾ മനസ്സിലാക്കിയാൽ മതി. നമ്മുടെ ഇതിൽ ചിന്തിച്ചാൽ മതി. അപ്പോൾ ഇവിടെ പേ ചെയ്യണ എത്ര? ഇത് 40% വേണം ഇതാക്കാൻ. ഓക്കെ, സാലറിയുടെ 40% ഉള്ള എമൗണ്ട് ആണ് ഇത്. ഇനി നമുക്ക് മൂന്നാമതായിട്ട് വേണ്ടത് എന്താ? മൂന്നാമതല്ല, ഓർഡറിന് തെറ്റിയ പ്രശ്നമില്ല. നമുക്ക് ആക്ച്വലായിട്ട് എത്ര HR റിസീവ് ചെയ്തിട്ടുണ്ട്. ഇവിടെ ക്വസ്റ്റ്യൻ പറയുന്നത് എന്താ? 2,000 പെർ മന്ത് ആണ് നമ്മുടെ HR നമുക്ക് കിട്ടുന്നത്. 2,000 പെർ മന്ത് നമുക്ക് HR കിട്ടുന്നുണ്ട് എങ്കിൽ അപ്പോൾ 2,000 ഇൻറ്റു 12 ഒരു വർഷത്തേക്കുള്ള എമൗണ്ട് വേണം 24,000 എന്ന്. ഇനി നമുക്ക് ഒരു കാര്യം കൂടി മതി. ആക്ച്വൽ റെൻറ്റ് പെയ്ഡ് മൈനസ് 10% ഓഫ് ദ സാലറി. ഇവിടെ ആക്ച്വൽ റെൻറ്റ് എത്ര കൊടുത്തിട്ടുണ്ട്? ഫസ്റ്റ് കേസിൽ 2,200 വെച്ചിട്ടാണ് കൊടുക്കുന്നത്. അപ്പോൾ ഇത് കണ്ടുപിടിക്കാൻ എന്ത് ചെയ്താൽ മതി? 2,200 ഇൻറ്റു 12 ചെയ്യും. 2,200 ഇൻറ്റു 12 ചെയ്യുമ്പോൾ 26,400 ഈ എമൗണ്ട് കിട്ടും. ഓക്കെ, അപ്പോൾ അതും കിട്ടി. ആക്ച്വൽ റെൻറ്റ് പെയ്ഡ് മൈനസ് സാലറിയുടെ 10% വേണം. സാലറി നമ്മളിവിടെ കണ്ടുപിടിച്ച് വെച്ചേക്കല്ലേ, ഇതിൻ്റെ 10% എന്ത് ചെയ്താൽ മതി? ഒരു 0 കളഞ്ഞാൽ മതി. അപ്പോൾ എന്ത് കിട്ടും? 11,810 എന്ന് കിട്ടും. ഇനി ഇതിൽ നിന്ന് ഈ 11,810 കുറക്കണം. കാരണം ആക്ച്വൽ റെൻറ്റ് പെയ്ഡിൽ നിന്ന് 10% ഓഫ് സാലറി കൊടുക്കണം. അപ്പോൾ 14,590. ഈ 3 എമൗണ്ടിൽ ചെറുതേതാ? 14,590 ആണ്. അത് നമുക്ക് കാണിച്ചു. നമ്മൾ എത്രയാണ് HRA റിസീവ് ചെയ്തത്? 24,000 ആണ്. അപ്പോൾ 24,000-ൽ നിന്ന് ഇത് കുറച്ച് കഴിഞ്ഞാൽ 9,410 എന്ന് കിട്ടും. ക്ലിയർ അല്ലേ?
ഇതായിരുന്നു ഫസ്റ്റ് കേസ്. ഇനി സെക്കൻഡ് കേസ് എന്ന് പറഞ്ഞാൽ ആഗ്ര മാറിയിട്ട് ഡൽഹി ആവുകയാണ്. നമ്മൾ പേ ചെയ്യണത് എത്ര? 3000 പെർ മന്താണ് പേ ചെയ്യണത്. ഓക്കെ, 3000 പെർ മന്ത്. അങ്ങനെയെങ്കിൽ നമുക്ക് ഫസ്റ്റ് നോക്കേണ്ട കാര്യം എന്താണ്? ഫസ്റ്റ് നോക്കേണ്ട കാര്യം ആക്ച്വൽ റെൻറ്റ് പെയ്ഡ് മൈനസ് 10% ഓഫ് ദ സാലറി. ഇവിടെ ആക്ച്വലി 3000 വെച്ചിട്ടാണ് കൊടുക്കുന്നത്. സോ 3000 എന്ന് പറയുന്നത് ഒരു മാസത്തല്ലേ ക്വസ്റ്റ്യനിൽ പറയണം, അതിന് ഒരു വർഷത്തിലോട്ട് ആക്കണം. നമ്മൾ ഒരു മാസമല്ല നമ്മൾ ടാക്സ് എടുക്കണം, ഒരു വർഷത്തെ ടാക്സ് ആണ് എടുക്കുന്നത്. അപ്പോൾ 36,000 കിട്ടി. ഇനി സാലറിയുടെ 10%, സാലറി നമ്മൾ കണ്ടുവച്ചിട്ടില്ലേ? സാലറി നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ട്? കണ്ടുവച്ചിട്ടുണ്ട്. അപ്പോൾ ഇതിൻ്റെ 10% എത്രയായിരിക്കും? ഇതിൽ നിന്ന് ഒരു 0 കളഞ്ഞാൽ പോരെ. അപ്പോൾ എന്തായി? 11,810. യെസ്. അപ്പോൾ ആക്ച്വൽ റെൻറ്റ് പെയ്ഡ് മൈനസ് 10% ഓഫ് സാലറി ചെയ്യുമ്പോൾ ഈ എമൗണ്ട് നമുക്ക് കിട്ടും. ഇനി നമുക്ക് വേണ്ടത് എന്താ? 15% 14% ഓഫ് സാലറി. പക്ഷേ ഡൽഹി, മുംബൈ, കൊൽക്കത്ത, ചെന്നൈയിലുള്ള സ്ഥലങ്ങളാണെങ്കിൽ സാലറിയുടെ 50% വേണം എടുക്കാൻ. സാലറി എന്ന് പറയുന്ന എമൗണ്ട് എത്രയാണ്? 1,18,100 ഇൻറ്റു 50% ചെയ്യുമ്പോൾ കിട്ടുന്ന എമൗണ്ട് ആണ് ഇത്. ഇനി ആക്ച്വൽ എമൗണ്ട് റിസീവ് എത്ര ചെയ്തിട്ടുണ്ട്? അതായത് ഇവിടെ റിസീവ് ചെയ്തിരിക്കുന്നത് നമുക്ക് ക്വസ്റ്റ്യനിലുണ്ട് 2000 പെർ മന്ത് വെച്ചിട്ട് റിസീവ് ചെയ്യണം. അത് ഒരു മാസത്തേക്കാണ്, നമ്മൾ ഒരു വർഷം ടാക്സ് എടുക്കണം. അപ്പോൾ 2000 ഇൻറ്റു 12 ചെയ്യുമ്പോൾ എന്ത് കിട്ടും? 24,000 എന്ന് കിട്ടും. ഓക്കെ, ഇതിലേതാണ് ചെറുത്? ഇതിൽ ചെറുത് എന്ന് പറയുന്നത് 24,000 ആണ്. ഓക്കെ, 24,000. ആക്ച്വൽ HR റിസീവഡ് എന്താ? ഓക്കെ, ഇനി ഇത് എക്സംപ്റ്റഡ് എമൗണ്ട് നമുക്ക് ഫുള്ള് കണ്ടുപിടിക്കണം. ഇവിടെ നമ്മുടെ അടുത്ത് പറയുന്നുണ്ട് 2000 വെച്ചിട്ട് ഒരു മാസം നമുക്ക് എന്ത് കിട്ടുന്നത്? HR റിസീവ്ഡ് കിട്ടുന്നത്. അതായത് അത് എത്രയാണ്? 24,000 ആണ്. ഇതിൽ നിന്ന് നമുക്ക് എന്ത് കൊടുക്കാം? എക്സംഷൻസ് കൊടുക്കാം. അത് 3 പോയിൻ്റ് ആയിട്ട് പറയുന്നുണ്ട്. ഈ 3 പോയിൻറ്റും കണ്ടുപിടിച്ചിട്ട് ആ എമൗണ്ട് എഴുതിയിട്ട് എന്ത് ചെയ്യുക? വർക്കിംഗ് നോട്ട് 1 2 കൊടുക്കുക. ഇത് പിന്നെ വർക്കിംഗ് നോട്ട് വേണ്ടല്ലോ, ആക്ച്വലി എത്ര റിസീവ് ചെയ്തെന്നല്ലേ. ഓക്കെ, അതൊന്നല്ല നമ്മുടെ പോയിന്റ്. അപ്പോൾ ഇതിൽ ചെറുത് നോക്കുമ്പോൾ നമുക്ക് മനസ്സിലായി. ഇങ്ങനെ ചെയ്ത് ചെറുത് നോക്കിയപ്പോൾ എത്രയാണത്? 24,000 ആണ് വന്നേക്കണത്. അപ്പോൾ എന്ത് ചെയ്യുക? ആ 24,000 നമ്മുടെ ടേബിളിലോട്ട് എടുത്ത് ചെയ്താൽ 24,000 എടുത്ത് ചെയ്തു. അപ്പോൾ 24,000 കിട്ടി. 24,000 എക്സംഷനെങ്കിൽ 0 ആണ്. അതായത് ഫുള്ളി എക്സംപ്റ്റഡ് ആണ് എന്നതാണ് മനസ്സിലാക്കേണ്ടത്. നമുക്ക് കിട്ടിയ HR ഫുള്ളി എക്സംപ്റ്റഡ് ആണ്. ഇനി മൂന്നാമത്തെ കേസ് ഇവിടെ പറയുന്നത് എന്താ? നമ്മൾ റെൻ്റ് ഒന്നും എടുക്കുന്നില്ല, പക്ഷേ നമുക്ക് HR ഹൗസ് റെൻ്റ് അലവൻസ് നമുക്ക് കിട്ടുന്നുണ്ട്. ഫെയർ റെൻ്റ് ഒന്നും ഇവിടെ മൈൻഡ് ചെയ്യരുത്. നിങ്ങൾ ഒരു കാര്യം മാത്രം ഇവിടെ ഓർത്താൽ മതി. നമ്മുടെ പ്രൊവിഷൻ നോട്ടിൽ ഞാനൊരു മലയാളത്തിൽ എഴുതി വെച്ച് പറഞ്ഞിട്ടുണ്ടായിരുന്നു, നമുക്ക് ഹൗസ് റെൻറ്റ് കിട്ടുന്നുണ്ട്, പക്ഷേ ഞാൻ എന്ത് ചെയ്യുന്നില്ല? റെൻ്റ് ഒന്നും എടുക്കില്ല. അങ്ങനെയെങ്കിൽ നമുക്ക് 1 രൂപ പോലും ടാക്സ് കിട്ടില്ല. നമ്മൾ 2,000 രൂപ വെച്ച് നമുക്കിവിടെ കിട്ടുന്നുണ്ട്, അല്ലെ? 2,000 രൂപ വെച്ച് നമുക്ക് കിട്ടുന്നുണ്ട്. അതായത് 2000 ഇൻറ്റു 12, ഒരു വർഷമാണ് നമ്മൾ ടാക്സ് എടുക്കുന്നത്. 24,000. ഈ 24,000-ൽ നിന്ന് 1 രൂപ പോലും നമുക്ക് കുറയ്ക്കാൻ പറ്റില്ല. ഒരു എക്സംഷനും നോക്കരുത്. ഹൗസ് റെൻ്റ് ഒന്നും നോക്കണ്ട, റെൻ്റൽ എമൗണ്ട് ഒന്നും നോക്കണ്ട. 24,000 നമ്മൾ ടാക്സ് എടുക്കണം. ഹി വിൽ നോട്ട് ഗെറ്റ് എക്സംഷൻ ഓഫ് എനി എമൗണ്ട് ഓഫ് HR ഇഫ് ഹി ഈസ് നോട്ട് പേയിങ് ഇൻ റെൻറ്റ് കൊടുക്കുന്നില്ല എങ്കിൽ, റെസിഡൻഷ്യൽ അക്കോമഡേഷൻ റെൻറ്റ് കൊടുക്കുന്നില്ല എങ്കിൽ എന്ത് കിട്ടില്ല? നമുക്ക് എക്സംഷൻ കിട്ടില്ല. നമുക്ക് കിട്ടുന്നത് മൊത്തം ടാക്സബിൾ ആയിരിക്കും. അപ്പോൾ നമ്മുടെ HR ടോപ്പിക് കഴിഞ്ഞിട്ടുണ്ട്. ഓക്കെ, വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ അഭിപ്രായം പറയണം.